ശരി. വല്ലംറു മിൻഹു അജിബ് അജീബാജീബു അജീബി അജീബ അജിബിന. അജിബ് എന്തിൽ നിന്ന് അമ്രാക്കി വയ്ക്കും? അജാബ യുജീബു അജാബ യുജീബു അസുലുഹു യുജുബിബു എന്നു. അപ്പൊ തുജീബു എന്നതിൽ നിന്ന് നമ്പറാക്കും. തുജീബു നമ്പറാക്കിയാൽ നമുക്ക് അജിബ് കിട്ടത്തുമില്ല. എന്നാ തുജുബിബു എന്നാക്കാം. എന്നാ തുജുബിബു നമ്പറാക്കിയാൽ പിന്നെ ഇജുബിബു എന്ന് പറയേണ്ടി വരും. കാരണം അമ്രിന്റെ കോലം പഠിച്ചെടുത്ത് നമ്മളങ്ങനെയല്ലേ പറഞ്ഞേ, മുദാറഅത്തിന്റെ അക്ഷരം കളഞ്ഞതിന് ശേഷമുള്ളത് സഹീഹ് സാക്കനാവുകയും അവസാനത്തിന് മുമ്പുള്ളത് കസറാക്കട്ട ഹസൻ അലവിനെ കൊണ്ടുവരണം. അവനുമതി കുടുങ്ങി, ആപ്പടെ കുടുങ്ങി. അപ്പൊ അജിബ് എന്നുള്ളത് തുജിബു എന്നല്ല, തു അജിബു എന്നതിൽ നിന്ന് നമ്മളാക്കിയതാണ്. തു അജിബു ആകുമ്പോ അജിബ് കിട്ടും. അങ്ങനെയല്ല, അജിബെന്ന് കിട്ടും. അജിബിനെ പിന്നെ അജിബെന്നാക്കണം. അത് നമ്മൾ പണ്ടേ പഠിച്ചില്ല. അജിബ് അജീബാജി വസ്തഖിം തസ്തഖീമു. തസ്തഖീമു എന്ന് നമ്മളാക്കുമ്പോൾ ഇസ്തഖീം കിട്ടത്തില്ലേ? കിട്ടുമല്ലേ? സുക്കും വരും ഇസ്തഖീം വരുമല്ലേ? ഇസ്തഖീമ ഇൻഖദ് ഇൻഖാദ യൻഖാദു അല്ല മറുവന് ഇൻഖദ് വഖ്തർ ഇഖ്താറ യഖ്താറു തഖ്താറു ഇഖ്തർ വയുസഹു. ഇനിയിപ്പോ നമ്മൾ അവിടെ നിന്നാൽ ഇങ്ങനെ അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പോയി വെക്കാം. വയുസഹു ഇല്ലത്താക്കപ്പെടുകയില്ല, സഹീഹാക്കപ്പെടും, ഇഴ്തിലാൽ പറയപ്പെടുകയില്ല. നഹ്വു ഖവ്വല ഖാവല തഖവ്വല തഖാവല സയ്യന തസയ്യന വസായറ തസായറ വസുവദ്ദ വസുവാദ്ദ വബിയല്ല വബിയാദ്ദ വകദാ സായിറു തസാലീബിഹാ. ഖവ്വല ഖാവല തഖവ്വല തഖാവല നാലെണ്ണായി. മനസ്സിലായില്ലേ? പിന്നെന്താണ്? സായറയും കാവലയും കണക്ക് തന്നെയാണ്. ഇസുവദ്ദ ഇസുവദ്ദ ഇഖ്വല്ല ഇസുവദ്ദ ഇസുവാദ്ദ ഇഖ്വാല ഇഫ്ആല വബിയല്ല വബിയല്ല വബിയാല്ല. അത് രണ്ട് ഇഫ്ആല ഇഫ്ആല വസനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കവ്വലയും കാവലയും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഇഖവ്വല പറയാതെ ഇഖ്വല്ല പറയാതെ ഇഖ്വാല പറയാതെ ഇസുവദ്ദയും ഇസുവാദ്ദയും പറഞ്ഞു, ഇബിയല്ലയും ഇബിയാല്ലയും പറഞ്ഞു. അപ്പൊ അതിൽ നിന്നിനി ബാക്കിയുള്ളത് നമ്മൾ ഖിയാസാക്കിയാൽ മതി. കദാ സായിറു തസ്വാരീഫിഹാ, ഇപ്പറഞ്ഞ ഫീലുകളുടെ മറ്റുള്ള എല്ലാ സർഫുകളും എന്തു ചെയ്യുന്നതാണ്? യുസഹു സഹീഹാക്കപ്പെടുന്നതാണ്. തസാരിഫുൽ ഇസ്മുഫായിലും അംറും മുളാരിഉം ഇസ്മു മഫ്ഊലും മസ്ദറും എല്ലാം സഹീഹാക്കപ്പെടും. കാരണം ഇഅ്ലാലിന്റെ ഇല്ലത്ത് ഇല്ല എന്നതാണ്. അസല് പറഞ്ഞു ഉറപ്പിക്കാനുള്ള ഇല്ലത്ത് ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഇനി നമ്മൾ പറഞ്ഞവിടെ ബഹളം ഉണ്ടാക്കണ്ട. ഇനിയും പറയണം. അപ്പൊ ഞാനാ പറഞ്ഞ നിങ്ങൾക്ക് നേരത്തെ ഓർമ്മ വരണം. ഈ കവ്വലയിൽ മറ്റേ നമുക്ക് സവ്വത എടുത്തുകൊണ്ട് വരാം, സാവത എടുത്തുകൊണ്ട് വരാം, തസവ്വത എടുത്തുകൊണ്ട് വരാം, തസാവത എടുത്തുകൊണ്ട് വരാം. അതേ പ്രകാരം തന്നെ ഇബിയല്ലയില് ബയ്യല ബാല അബിയല അബാല ബാല അബാല അബിയല ബയ്യല ബായല തബായല തബയ്യല ഇങ്ങനെ കുറെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. അതേ പ്രകാരം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്നുകളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ വസ്നിൽ നിന്ന് ഇസ്തഖാമ അജാബയും മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഇൻഖാദയും പറഞ്ഞു ഇവിടെ അല്ല.
നേരത്തെ പറഞ്ഞ വസനുകളിൽ നിന്നും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല മുസന്നിഫ് റഹ്മത്തുള്ളാഹി. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാല നേരത്തെ പറഞ്ഞിട്ടില്ല, അക്കാല നേരത്തെ പറഞ്ഞിട്ടില്ല, മനസ്സിലായി. അപ്പൊ ഈ കവ്വലയിൽ നിന്നുള്ള ഈ കവ്വലയുടെ വസനാകുന്ന അക്വലയും അക്കാലയും ഇസ്തകാലയും ഇങ്കാലയും, മനസ്സിലായില്ല, ഇങ്കബലയും അങ്ങനെ തന്നെ ഇക്തബലയും. നമ്മൾ അവിടത്തേക്ക് പോകണം. ഈ കവ്വല ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ എവിടത്തേക്ക് പോകണം? നേരത്തെ പറഞ്ഞ അജാബയുടെ അഫൽ വസനിലേക്ക് പോകണം. അപ്പൊ അക്കാല വരും. നേരത്തെ പറഞ്ഞ ഇസ്തഫൽ വസനിലേക്ക് പോകണം. അപ്പൊ ഇസ്തഖ്ബൽ വരും. അപ്പൊ ഇസ്തഖാല എന്ന് വരും. അതേ പ്രകാരം തന്നെ നേരത്തെ പറഞ്ഞ ഇൻഫഅല വസനിലേക്ക് പോകണം. അപ്പൊ ഇങ്കബല വരും. ഇങ്കബല പറയുമ്പോൾ ഇങ്കാല ആക്കിയെടുക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ ഇഖ്താറ വസന് ഇഫ്താല വസനിലേക്ക് പോകണം. അപ്പൊ ഇഖ്താല എന്ന് വരും. മനസ്സിലായി പറഞ്ഞത്? അവിടൊക്കെ അങ്ങനെയാണ് സഞ്ചാനം ഓതുക. അല്ലാതെ സഞ്ചാനം ഓതുക ഇത് വായിച്ചു തീർത്താൽ പെട്ടെന്ന് വായിച്ചു തീർക്കാനേ പറ്റൂ. അതേ പ്രകാരം ജയ്യന, ഇവിടെ ഇപ്പൊ ജയ്യന പറഞ്ഞു. ഈ ജയ്യനയിൽ നിന്നുള്ള അഫ്അൽ വസൻ എടുക്കണം. അപ്പൊ അസാന വരും. അതേ പ്രകാരം തന്നെ ജയ്യനയിൽ നിന്നുള്ള ഇസ്തഫല വസൻ എടുക്കണം. അപ്പൊ എന്തുവരും? ജയ്യനയുടെ ഇസ്തഫല വസൻ എങ്ങനെ വരും? ജയ്യന എന്നതിന്റെ സാന അസാന ജയ്യന സായന തസായന ഇസുജയന, മനസ്സിലായില്ല? ഇസുത്തയന വരുമ്പോ ഇസ്ജയ്യന ആക്കുമോ? അവിടൊക്കെ ഒരുപാട് പറയേണ്ടിയുള്ളതാണ്. ജയ്യന ദായന തദായന. അപ്പൊ ഇസുത്തയന ഇഫ്താൽ വസന്. പിന്നെയോ ജയ്യന ദായന തദായന തദയ്യന ഇസുദയന ഇൻസയന. പിന്നെയോ പിന്നെ മനസ്സിലായില്ല? തസിയന. അപ്പൊ എന്താണ്? തസാന വരും. അവിടെയാണ് അതിന്റെ വിഷയം. അപ്പൊ അവിടെ ഇങ്ങനെ ജയ്യന ദായന പറഞ്ഞ പോലല്ല. ഈ ജയ്യനയിൽ ഇവിടെ തുസഹുവാണ്. ആ ജയ്യനയുടെ അഫല വസനാണെങ്കിലോ യുഅലലുമാണ്. മനസ്സിലായില്ല? യുഅലലുമാണ്. ഇവിടെ ഇപ്പൊ ജയ്യന എന്നുള്ളതിനെ യുസഹു ആക്കിയാൽ ആ ജയ്യന എന്നതിന്റെ അഫല വസനെടുക്കുമ്പോൾ അസിയന വരും. അസിയനയെ യുഅലു ആക്കപ്പെടണം. അപ്പൊ അസാന വരും. അതേ പ്രകാരം തന്നെ ആ ജയ്യനയുടെ ഇസ്തഫഅല വസനെടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇസ്തസാന. അപ്പൊ ഇസ്തസിയന അവിടെ യുത്തല്ലുവാണ്. ഇവിടെയാണെങ്കിലോ ഈ ജയ്യനയിൽ ആ യുത്തല്ലുവാണ്. അതേ പ്രകാരം തന്നെ ജയ്യനയുടെ ഇംഫാല വസനെടുക്കുമ്പോൾ ഇൻസയന. അപ്പൊ ഇൻസാന. അതേ പ്രകാരം തന്നെ ജയ്യനയുടെ ഇഫ്താല വസനെടുക്കുമ്പോൾ ഇസ്താന. മനസ്സിലായില്ല? അപ്പൊ എന്തായി? ഇസ്താനയെ ഇതിനെന്താക്കും? അവിടെയാണ് ഇസ്തജറ പോലെ വലിയ വിഷയമാണ് ഇതൊക്കെ. അപ്പൊ അത് ആ വസനൊക്കെ ഒന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി വളരെ ചിന്തിച്ചിട്ടാണ് സയ്യറ സായറയുടെ സയ്യറ വസന് കഴിഞ്ഞാൽ അസിയറയാണ്. അപ്പൊ അസാറ. അതേ പ്രകാരം തന്നെ ഇസ്തസാറ. അതേ പ്രകാരം തന്നെ ഇൻസാറ. അതേ പ്രകാരം തന്നെ ഇസ്തയറ. മനസ്സിലായോ? അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇസ്വദ്ദ എന്നതിന്റെ അസുവദ അസാദ അതിന്റെ മുജറദ് സാദയാണല്ലോ. സാദ സവ്വദ അസാദ അസിയദ. ആ ഇസ്വദ്ദ എന്നതിന്റെ ഇഫ്താലോചനെടുക്കണം. ആ ഇസ്വദ്ദ എന്നതിന്റെ ഇൻഫാലോചനെടുക്കണം. ആ ഇസ്വദ്ദ എന്നതിന്റെ ഇഫ്താലോചനെടുക്കണം. ഇസ്തഫാലോചനെടുക്കണം. മനസ്സിലായില്ല? ഇസ്വാദ അത് നമ്മൾ എടുത്തല്ലോ.
ഇബിയല്ല, ഇബിയല്ലയുടെ മുജറദ് എടുക്കണം. ബാല, ബാല ബയല, ബയല അബിയല, അബിയല അബാല. മനസ്സിലായില്ല? ബാല അബിയല ബയ്യല, അബിയല ബായല, തബായല തബയ്യല, ഇംബയല ഇസ്തബിയല ഇസ്തബാല. അതേപ്രകാരം തന്നെ ഇബ്തയല. ഇങ്ങനെ എടുക്കേണ്ടി വരും ഹബീബന്മാരെ, എന്നാലേ സഞ്ചാൻ ആവുകയുള്ളൂ. അതാണ് ഏതോ ഒരു ഉസ്താദ് പറഞ്ഞത്, സഞ്ചാൻ 5 കൊല്ലം, സഞ്ചത്തിൽ 5 കൊല്ലം ഓതിയാലേ സഞ്ചാൻ ആവുകയുള്ളൂ. മാഷാ അല്ലാഹ്.